എല്ലാവർക്കും മേമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കക്കാർച്ചി ഉലർത്തിയതിന്റെ റെസിപ്പി ആയിട്ടാണ്. ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് കക്കാർച്ചി. കക്കാർച്ചിയിൽ ഒത്തിരി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. അപ്പം നമുക്കിനി കക്കാർച്ചി ഉലർത്തുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇതിനു വേണ്ടി നമ്മൾ 1 കിലോ കക്കാർച്ചി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കക്കാർച്ചി നമ്മൾ 3-4 പ്രാവശ്യമെങ്കിലും ഒന്ന് കഴുകണം. കാരണം ഇതിൽ മണ്ണൊക്കെ കാണാറുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കഴുകിയെടുക്കണം. പിന്നെ ഇതിന് വേണ്ടത് ചുവന്നുള്ളിയാണ്. 12 ചുവന്നുള്ളി പൊളിച്ച് 2ആയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ 1 കുടം വെളുത്തുള്ളി പൊളിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കക്കാർച്ചി വേവിക്കണം. നമ്മളിവിടെ മൺചട്ടിയിലാണ് ഇത് വേവിക്കുന്നത്. ആദ്യം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇടാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. കക്കാർച്ചിയിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അടുപ്പിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇടും. പിന്നെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. കക്കാർച്ചിക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. ഇപ്പോൾ കക്കാർച്ചി നമുക്ക് വെന്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വറ്റിച്ചെടുത്തേക്കണം. ഇനി ഇത് നമ്മൾ ഉലർത്തിയെടുക്കാൻ വേണ്ട ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അരമുറി തേങ്ങ ചിരണ്ടിയത് വേണം. പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിയാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചരി അല്ലാത്ത ഏത് അരി വേണേലും നമുക്ക് ചേർക്കാം. അരി ചേർക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ നമ്മൾ കക്കാർച്ചിയുടെ കൂടെ അരി വറുത്തതൊന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം ഇട്ട് തേങ്ങയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാർച്ചി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഇതൊന്ന് അടുപ്പിൽ തന്നെ വെച്ചേക്കണം. ഇതുപോലെ നമ്മളൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. കക്കാർച്ചി വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടൊന്ന് കിട്ടണം. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കക്കാർച്ചി ഉലർത്തിയത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്